പത്തനംതിട്ടയിൽ കഞ്ചാവ് കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി വീണ്ടും കഞ്ചാവുമായി പിടിയിലാകുന്നു. പഴകുളം സ്വദേശി ലൈജുവാണ് അറസ്റ്റിലായത്. പുരയിടത്തിൽ നിന്ന് 400 ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തിട്ടുണ്ട്. 2 മാസം മുൻപാണ് ഈ പ്രതി ജാമ്യത്തിൽ ഇറങ്ങിയത്. ചെയ്ത എന്നെ വിടണ്ട, ചെയ്യണ്ട. യാതൊരു ബുദ്ധിമുട്ടും ഇവിടെ വെച്ച് ഞാൻ പിന്നെ വിടും സാറിന്റെ കൂടെ തന്നെ സാറ് നിന്നത്. സാറിന്റെ കൂടെ തന്നെ സാർ ഞാൻ എപ്പോഴും നിന്നത് സാറേ എന്നെ ഒന്നും പെടുത്തല്ല സാർ ജീവിക്കണം സാറിന്റെ മനസ്സാക്ഷി ഓർത്ത് എന്നെ നിന്ന് എന്നെ അത് പെടുത്തല്ല സാറേ കഷ്ടമുണ്ട് എന്നെ പെടുത്തല്ല സാർ. പ്രവീൺ പുരുഷോത്തമൻ ചേരുകയാണ് നമുക്കൊപ്പം. പ്രവീൺ, അപ്പോൾ ആ ദൃശ്യങ്ങളിൽ അയാൾ കയ്യും കാലും പിടിച്ച് പോലീസിനോട് കേണപേക്ഷിക്കുകയാണ്. ഇനി ആവർത്തിക്കില്ല, ഇവിടെ വെച്ച് തന്നെ ജാമ്യത്തിൽ നിന്ന് വിടൂ, ഞാൻ നന്നായിക്കോളാം എന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ സാധാരണഗതിയിൽ ഒരു കേസിൽ ഒരു പ്രതി ശിക്ഷിക്കപ്പെടുന്നു അല്ലെങ്കിൽ ജയിലിൽ കിടക്കുന്നു, ഒരു മനംമാറ്റം ഉണ്ടാവും, അയാൾ നന്നാവുമെന്നൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇതാ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടും വീണ്ടും കൈധരിക്കുകയാണ്. കഞ്ചാവ് ഉപയോഗിക്കാനും വിൽക്കാനും ഒരിക്കലും ഇനി ഇയാൾ പുറത്തിറങ്ങാൻ പാടില്ല. അത്ര കടുത്ത ശിക്ഷ ഇയാൾക്കെല്ലാം കിട്ടേണ്ടതുണ്ട്. ഇപ്പോൾ എന്താണ് ഈ ഒരു സംഭവം? ഷിഹാസ്, എക്സൈസ് വിഭാഗത്തിന്റെ ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി പത്തനംതിട്ട എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ പത്തനംതിട്ട പഴകുളം പള്ളിക്കൽ ഭാഗങ്ങളിലാണ് ഇന്ന് റെയ്ഡ് നടത്തിയത്. പഴകുളത്ത് ഒരു വീട്ടിൽ കഞ്ചാവ് സൂക്ഷിച്ചിരിക്കുന്നതായി രഹസ്യവിവരം എക്സൈസ് വിഭാഗത്തിന് ലഭിച്ചിരുന്നു. നിരവധി തവണ കഞ്ചാവ് കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതിയുടെ വീട് കേന്ദ്രീകരിച്ചാണ് കഞ്ചാവ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നായിരുന്നു വിവരം ലഭിച്ചത്. തുടർന്നാണ് പഴകുളം സ്വദേശി ലൈജുവിന്റെ വീട്ടിലേക്ക് എക്സൈസ് സംഘം റെയ്ഡിനായി എത്തിയത്. കഞ്ചാവ് കൈവശമില്ല എന്ന് ലൈജു അറിയിച്ചു. വീട് അരിച്ചു പെറുക്കിയിട്ടും കഞ്ചാവ് കിട്ടിയില്ല. പിന്നീടാണ് പുരയിടം കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയത്. പുരയിടത്തിൽ എവിടെയോ കഞ്ചാവ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് എക്സൈസ് സംഘത്തിന് മനസ്സിലായി. പരിശോധനയിൽ കുറ്റിച്ചെടികൾക്ക് താഴെ കവറിൽ ഒളിപ്പിച്ചു വെച്ച നിലയിൽ കഞ്ചാവ് കണ്ടെത്തി. 400 ഗ്രാം കഞ്ചാവാണ് സൂക്ഷിച്ചിരുന്നത്. കൂടാതെ 2.5 കിലോഗ്രാം കഞ്ചാവ് സൂക്ഷിക്കുന്ന കവറുകളും കണ്ടെത്തി. വിശദമായ ചോദ്യം ചെയ്യലിൽ പ്രതി ലൈജു കുറ്റം സമ്മതിച്ചു. 10 കിലോഗ്രാം കഞ്ചാവ് കടത്തവേ ലൈജു മുമ്പ് ആന്ധ്ര പോലീസിന്റെ പിടിയിലായിരുന്നു. ജയിലിലായിരുന്ന ലൈജു 2 മാസം മുമ്പാണ് പുറത്തിറങ്ങിയത്. നാർക്കോട്ടിക് നിയമപ്രകാരം ലൈജുവിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. പത്തനംതിട്ട എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ MO വിനോദും സംഘവും ചേർന്നാണ് റെയ്ഡ് നടത്തിയത്. പത്തനംതിട്ട പോലീസ് K9 സ്ക്വാഡും പരിശോധനയ്ക്ക് ഉണ്ടായിരുന്നു. ഷിഹാസ്. ശരി പ്രവീൺ, അപ്പോൾ സ്ഥിരമായി ലഹരി കച്ചവടം നടത്തുന്ന ആളുകളും ആദ്യമായി ലഹരി ഉപയോഗിക്കുന്ന ആളുകളും ആദ്യമായി ലഹരി വിൽക്കുന്ന ആളുകളും എല്ലാവരും ഓപ്പറേഷൻ തൂഫാനിന്റെ നിരീക്ഷണത്തിൽ തന്നെയാണുള്ളത്. ലഹരി ചങ്ങല പൊട്ടിച്ച തൂഫാൻ അങ്ങനെ ആഞ്ഞടിക്കുകയാണ്.